ഏമ്മേ ഏമ്മേ ഓ ജാട നോക്കറ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു വെച്ചിട്ട് ഇത്ര ജാടലും വേണാ. ഇവൻ വെറുതെ പറയുന്ന ചേട്ടാ. ഇവ പറഞ്ഞ സത്യമാണ്. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു പറഞ്ഞാൽ ആ പണ്ടത്തെ കണ്ടത്തിലേക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊരു ഷോർട്ട് ഫിലിം അല്ല കേട്ടോ. അവർ തന്നെയാണ് പുതിയ നല്ല ഫുള്ളായിട്ടുള്ളൊരു അമ്മ വേഷമാണ്. അടിപൊളി വേഷമാണ് കേട്ടോ. വിചാരിക്കാണ്ട് കിട്ടിയതാണ്. നല്ല സന്തോഷമാണ്. ഗീതച്ച് അടിച്ച് പൊളിച്ച് അഭിനയിച്ചിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് കുറേ ആ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ടിന് കേട്ടാ. കുറച്ച് കുഞ്ഞുങ്ങൾ കൂടി ചെയ്യുന്നതാണ്. നല്ലോണം എന്നെക്കൊണ്ട് കഷ്ടപ്പെട്ടിന്. കാരണം എനിക്ക് ചില ഭാവങ്ങളൊന്നും മുഖത്ത് വരുന്നേയില്ലേ. എൻ്റെ മക്കളൊരു അമ്മക്ക് ഒറ്റ ഭാവം വരില്ല, അഹംഭാവം. പക്ഷെ അല്ല കേട്ടോ, കുറേ കഷ്ടപ്പെട്ട് സാരി ലയിച്ചതാൽ മതി. എല്ലാ കുഞ്ഞുങ്ങളും സപ്പോർട്ടോ. ഒരാളായിട്ട് എടുത്ത് പറയാനൊന്നും പറ്റില്ല. കുറച്ചാളെ പേര് ഗീതച്ചിക്ക് അറിയാം. പക്ഷേ അത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമമില്ല. എല്ലാ മക്കളും അത്രയ്ക്ക് സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിട്ട് നല്ലൊരു കെയറിങ്ങിലാണ് തന്നെ അവർ ഓരോന്ന് ടെൻഷൻ അടിക്കാതെ പറയുക. മറ്റേ നല്ല അടിപൊളി വേഷം, ഫുള്ളായിട്ടുള്ളൊരു അമ്മ വേഷമാണ് കേട്ടോ. ജനുവരിയിൽ ഇറങ്ങുന്ന പറഞ്ഞു. നിങ്ങളെന്തായാലും കാണിക്കട്ടെ, നിങ്ങളെല്ലാം സപ്പോർട്ടും വേണം. ഇങ്ങനെ കുഞ്ഞു ഷോർട്ട് ഫിലിമിലെല്ലാം ഗീതച്ച് അഭിനയിച്ച് ഒരു ചങ്ക് പോയിട്ട് അല്ലേ. ഏതായാലും നിങ്ങളെല്ലാവരും അനുഗ്രഹം വേണം കേട്ടോ. അത് പിന്നെ റിലീസായി അന്നേരം ഞാൻ ഇടുക കേട്ടോ. എല്ലാവരും കാണണം. പിന്നെ എന്തെങ്കിലും ചേച്ചിക്ക് ഇത്രയല്ലേ പറയല്ലോ. ഇല്ല സന്തോഷം തന്നെ. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. സുമേനെ പോലെ എന്നെ ഒന്നിച്ച് അഭിനയിക്കാൻ വന്ന് സുമ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. കുറച്ച് അനിയത്തിമാർ അനിയന്മാർ എല്ലാവരും കിട്ടി. എല്ലാവരും എൻ്റെ മക്കളെപ്പോലെ എന്നെ സ്നേഹിച്ച്. അതുകൊണ്ട് ഇപ്പം ഗീതച്ച് നിർത്താം. നമുക്ക് പിന്നെയും നാളെ വരാം.